നമസ്കാരം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വേടനൊക്കെ ഉന്നയിക്കുന്ന ആ കാസ്റ്റിസം, അതായത് ലോവർ കാസ്റ്റിനെ പൊക്കിപ്പിടിക്കുന്ന ആ ഒരു പരിപാടിക്ക് ഇന്നെന്താണ് പ്രസക്തി? നോക്കൂ, SC/ST-കാർക്കൊക്കെ നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉയർന്ന തലത്തിലിരിക്കുന്നത് SC/ST-കാർ തന്നെയാണ്. പക്ഷേ ഒന്നാലോചിച്ച് നോക്കുന്നുണ്ടോ നിങ്ങൾ? നമ്പൂതിരി ഗണത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നായറായിട്ടുള്ളവരോ, നമ്പൂതിരി പയ്യന്മാർക്ക് പെൺകുട്ടികളെപ്പോലും വിവാഹത്തിന് കിട്ടാറില്ല. അതുപോലെ തന്നെ നായർ കുലത്തിൽ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ ജനിച്ചു പോയി എന്നുള്ള ഒരു കുറ്റം കൊണ്ട്, ഒരു കുട്ടി ജനിക്കുന്നത് ഇന്നതിലാകണമെന്നില്ലല്ലോ, ആ ഒരു കുറ്റം കൊണ്ട് മാത്രം ഗവൺമെൻറ് ജോലി കിട്ടാതെ പോകുന്ന എത്ര ആയിരങ്ങളുണ്ട്. വീട്ടിൽ പട്ടിണിയായിരിക്കും, അറിയില്ല, ചിലപ്പോൾ അവരുടെ റേഷനുകൾ ആ തരത്തിലും ആയിരുന്നാൽ പോലും അവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ, നല്ല മിടുക്കരായ കുട്ടികൾ, അവർ പുറന്തള്ളപ്പെടുന്നു. ഇപ്പോൾ തന്നെ 500-ഉം 600-ഉം ഒക്കെ, ഈ കാലത്തല്ല, കുറച്ച് മുൻപെയുള്ള കാലത്ത് നീറ്റിലെ റാങ്ക് വാങ്ങിയ കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയില്ലായിരുന്നു. പക്ഷേ 2000, 5000-ത്തിനകത്ത് വരുന്ന സ്പെഷ്യൽ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് കിട്ടുമായിരുന്നു. നോക്കൂ, OBC എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്നവരും അതിലും ഉയർന്നവരുണ്ട്. അവരത് കാണിക്കില്ല, അവർക്ക് ഭൂസ്വത്ത് കാണും. അതുപോലെ വേറെ പല രീതിയിലും ഉള്ള ഡെപ്പോസിറ്റ്സ് അവർ നാഷണൽ ബാങ്കിൽ ഇട്ടാൽ മാത്രമല്ലേ അറിയുള്ളൂ. അല്ലാത്ത ഡെപ്പോസിറ്റ്സും മറ്റും കാണും. അപ്പോൾ അവർ പണക്കാരാണ്. പക്ഷേ അവർക്ക് നന്നായിട്ട് ആഹാരം കഴിക്കുകയും നല്ല വീടുകളിൽ താമസിക്കുകയും ചെയ്യുന്ന അവരും ഈ ആനുകൂല്യത്തിന് അവർക്ക് കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട് ആ കുട്ടികൾക്ക്. പക്ഷേ എന്ത് ചെയ്യാം, ജനിച്ചു പോയില്ലേ മുന്നോക്കം എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ. അതുകൊണ്ട് അനുഭവിക്കുക തന്നെ. അവർക്ക് കിട്ടില്ല, അവർക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിഫിക്കേഷൻ, നല്ലൊരു ഗ്രാജുവേഷനിലേക്ക് അഡ്മിഷൻ കിട്ടാനും വളരെ പ്രയാസമാണ്. ഒന്നുകൂടെ ആലോചിക്കണം. നമുക്ക് വീണ്ടും ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ പല രീതിയിലായിട്ട് അവർ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് അവർ ഇത് കാണിക്കും. ചിലവ് കുറവാണ്, ഞങ്ങളുടെ പൈസ കുറവാണെന്ന് കാണിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ട് നേടിയിട്ട് എന്ത് കിട്ടാൻ? പഠിച്ച് നേടുക. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ, ജനിച്ചു പോയതല്ലേ. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡുണ്ട്, മിക്കവാറും ഉന്നത കുലത്തിൽപ്പെട്ട കുട്ടികളൊക്കെ, പെൺകുട്ടികൾ കഴിയുന്നതും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടികളെയാണ് കല്യാണം കഴിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ച്, കാരണം അവരുടെ മക്കളെങ്കിലും രക്ഷപ്പെട്ടെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, വേടന് പ്രസക്തിയുണ്ടോ? വേടൻ ഇവിടുത്തുകാരനല്ല, ജാഫ്നയിലെ ശ്രീലങ്കയിൽ ഇതുള്ളതാണ്. എന്നിട്ടും അയാളിവിടെ കാസ്റ്റിസം നടത്താൻ തുടങ്ങുന്നു. പെൺകുട്ടികൾ ഓടിച്ചെല്ലുന്നു. എന്താ ഇത്?